ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഞാൻ സൺഡേ പോഡ്കാസ്റ്റിൽ സൂചിപ്പിച്ച പോലെ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വീക്ക് ഓപ്പണിംഗ് ആണ്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു ഇൻഡിക്കേഷൻ നൽകുന്നത് അറൗണ്ട് 150 പോയിൻ്റെങ്കിലും താഴെ ഓപ്പൺ ചെയ്യുന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. റീസെൻ്റായിട്ട് നിഫ്റ്റിയും സെൻസസും ഹിറ്റ് ചെയ്തിട്ട് ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകളാണ്. ഫർദർ സ്ലൈഡ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അമേരിക്കൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച വളരെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ബെറ്റർ എക്കണോമിക് ഡാറ്റകളായിരുന്നു അമേരിക്കയിൽ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ US ഫെഡ് അടുത്ത മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ്, ഒരു എക്സ്പെക്റ്റേഷൻസിലാണ് അമേരിക്കയിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകളും മറ്റു മാർക്കറ്റുകളൊക്കെ വെള്ളിയാഴ്ചയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും വെള്ളിയാഴ്ച വീക്കായിരുന്നു. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് അറൗണ്ട് 2.3%, നിഫ്റ്റി സെൻസസും താഴെയായിരുന്നു. അമേരിക്കൻ മാർക്കറ്റുകൾ അറൗണ്ട് 2% താഴെയായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച കമോഡിറ്റികളെല്ലാം തന്നെ ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ബെറ്ററായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $2,694 പെർ ഔൺസിനാണ്. സിൽവർ, കോപ്പർ, അതുപോലെ തന്നെ അലുമിനിയം, സിങ്ക് എല്ലാ കമോഡിറ്റികളിൽ നിന്ന് ബെറ്ററാണ്. ഏറ്റവും കൂടുതൽ റാലി ചെയ്തിട്ടുള്ളത് ബ്രന്റ് ക്രൂഡ് ഓയിലാണ്. $81.2 പെർ ബാരലാണ് ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ ഇന്നത്തെ പ്രൈസ്. മോർണിംഗിലത്തെ പ്രൈസ് തീർച്ചയായിട്ടും ബ്രന്റ് ക്രൂഡ് ഓയിൽ പ്രൈസിലുള്ള ഇൻക്രീസും അതുപോലെ തന്നെ ഗോൾഡ് പ്രൈസിലുള്ള ഇൻക്രീസും ഇന്ത്യനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ന്യൂസാണ്. ഇന്ത്യൻ റിപ്പോ ഓൾറെഡി $86 പെർ ഡോളർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ലോവർ ലെവലിലേക്ക് താഴാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു പക്ഷേ $87 പെർ ഡോളർ ആവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. റുപ്പി ഡിപ്രിസിയേഷൻ സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസാണ് ഇന്ത്യനെ സംബന്ധിച്ച്. കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡ് ഓയിലും ഗോൾഡൊക്കെയാണ്. അതോടൊപ്പം തന്നെ എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ടെക്നോളജി സ്റ്റോക്കുകൾ, ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടേഴ്സ്, ഇവരെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ന്യൂസാണ്. ഇന്ന് ഇന്ത്യയിൽ നമ്മുടെ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. IIP ഡാറ്റ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഇൻഫ്ലേഷൻ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്ലൈറ്റ്ലി പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ, അതുപോലെ തന്നെ ഓവറോൾ സെൻറ്റിമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള ധാരാളം സ്റ്റോക്കുകളുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതുപോലെ തന്നെ വേദാന്ത ലിമിറ്റഡ്, HEG, അതുപോലെ തന്നെ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ, വാരി എനർജീസ് ഒരു അക്വിസിഷൻ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ. 792 കോടി രൂപയ്ക്കുള്ള ഒരു അക്വിസിഷനാണ്. യൂറോപ്യൻ കമ്പനിയുടെ സബ്സിഡിയറി ഇന്ത്യയിലുണ്ട്. ആ കമ്പനിയുടെ സോളാർ പാനൽ മാനുഫാക്ചറിങ് ബിസിനസ്സാണ് വാരി എനർജീസ് അക്വയർ ചെയ്തിട്ടുള്ളത്. പോസിറ്റീവ് ന്യൂസാണ് വാരിനെ സംബന്ധിച്ച്. പക്ഷേ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീക്കായ സ്ഥിതിക്ക് എത്രത്തോളം അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകും എന്നുള്ള കാര്യം നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഒബറോയ് റിയാലിറ്റി സ്ലം റീഹാബിലിറ്റേഷൻ സ്കീമുണ്ട് മുംബൈയിൽ. ആ മുംബൈയിൽ ഓൾറെഡി ഇപ്പോൾ അഡാനി അക്വയർ ചെയ്തിട്ടുള്ള സ്ലം റീഹാബിലിറ്റേഷൻ സ്കീമല്ല, മറ്റൊരു സ്കീമാണ്. അതിൻ്റെ ഡെവലപ്പറായിട്ട് ഒബറോയ് റിയാലിറ്റിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒബറോയ് റിയാലിറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. മറ്റ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസുള്ള സ്റ്റോക്കുകളൊന്ന് സിഗ്നേച്ചർ ഗ്ലോബലുണ്ട്, അതുപോലെ തന്നെ ഇക്വിനോക്സ് ഉണ്ട്, IRM എനർജി ഉണ്ട്, റിലയൻസ് പവർ, റിലയൻസ് പവറും റിലയൻസ് ഇൻഫ്രയും പ്രമോട്ടർ കാറ്റഗറിയിൽ നിന്ന് മാറ്റി പബ്ലിക് കാറ്റഗറി ആയിട്ട് മാറ്റാനായിട്ട് അനിൽ അംബാനിയുടെ മക്കളും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് സാങ്ഷൻ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ചത് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇൻ്ററാർക്ക് ബിൽഡിംഗ് പ്രൊഡക്ട്സ് 221 കോടി രൂപ വരെ ടാറ്റ പ്രൊജക്ട്സ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ആസാമിൽ നിന്നാണ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻ്ററാർക്ക് ബിൽഡിംഗ് പ്രോഡക്ട്സ്. അതുപോലെ തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ പൊതുവെ നോക്കുകയാണെങ്കിൽ പവർ സെക്ടർ രംഗത്തുള്ള സ്റ്റോക്കുകൾക്കൊക്കെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. പക്ഷേ ഓവറോൾ സെൻറ്റിമെൻറ്റ് വീക്കായ കാരണം നമുക്ക് കാര്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് റിയാക്ഷനൊന്നും ഈ സ്റ്റോക്കുകളിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. തീർച്ചയായിട്ടും Q3 റിസൾട്ടുകൾ, ഇന്ന് റിസൾട്ടുകളുള്ളത് SL ടെക് ഉണ്ട്, അതുപോലെ തന്നെ ഏഞ്ചൽ 1 ഉണ്ട്, ഡെൽറ്റ കോർപ്പ് ഉണ്ട്, ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഒക്കെ ഉണ്ട്. ഈ റിസൾട്ടുകൾക്കനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ വരുന്ന റിസൾട്ടുകൾക്കനുസരിച്ചായിരിക്കാം ഈ സ്റ്റോക്ക്
സ്റ്റോക്കുകളൊക്കെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്കറ്റ് താഴെ വരുമ്പോൾ അതോടൊപ്പം തന്നെ ഫർദർ ഫാളിലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അക്വയർ ചെയ്യാനുള്ള 2 സ്റ്റോക്കുകൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ട്രേഡിംഗ് ടെർമിനൽ കൂടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ 100% അലോക്കേഷൻ വേണ്ട. 25 4 ഘട്ടമായിട്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അത്തരത്തിലുള്ള ലോങ് ടൈം വ്യൂ കീപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.